ആലുവ സഹകരണ കാർഷിക ബാങ്കിൽ നിന്നും 2013 8 ലക്ഷം രൂപ വായ്പയെടുത്തയാൾക്ക് 55 ലക്ഷം രൂപയുടെ ബാധ്യത. ആലുവ കാഞ്ഞൂർ പഞ്ചായത്തിൽ വിനോദിന്റെ വീടിനാണ് ജപ്തി ഭീഷണി. ലോണിന്മേൽ അനുവദിച്ച ലോൺ പ്രകാരം 35 ലക്ഷത്തിലധികം രൂപ വിനോദ് അടച്ചതായി ബാങ്ക് പറയുന്നു. ഇനി 19.5 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് ബാങ്കിന്റെ ആവശ്യം. എന്നാൽ ആകെ 8 ലക്ഷം രൂപ മാത്രമാണ് താൻ പണമായി കൈപ്പറ്റിയിട്ടുള്ളൂവെന്നാണ് വിനോദ് പറയുന്നത്. വാർത്ത കാണാം. ഉപജീവനത്തിനായി മരപ്പണികൾ ചെയ്യുന്ന വിനോദ് ആലുവ സഹകരണ കാർഷിക വികസന ബാങ്കിൽ നിന്ന് 2013 8 ലക്ഷം രൂപ വീട് പണിയുന്നതിൻ്റെ ആവശ്യത്തിലേക്കായി ലോൺ എടുക്കുന്നു. 15 വർഷത്തെ കാലാവധി വ്യവസ്ഥയിലാണ് ലോൺ എടുത്തത്. വീടിൻ്റെയും മരപ്പണികൾ ചെയ്യുന്ന ഷെഡിൻ്റെയും ആധാരം പണയപ്പെടുത്തിയാണ് ലോൺ എടുത്തത്. ഇതിപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലാണ് ഈ സ്ഥലം. അപ്പോൾ അത് കാരണം ലോൺ എടുക്കാൻ ചെന്നപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് ഇത് തന്നെ വെച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ വീടിൻ്റെയും കൂടി വേണമെന്ന് പറഞ്ഞാണ് അവർ രണ്ടും കൂടി വെച്ചത്. അപ്പോൾ അത് എൻ്റെയും കൂടി പേരിലാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ അന്ന് 8 ലക്ഷം രൂപ തന്നെ. വെള്ളപ്പൊക്കവും പിന്നീട് വന്ന കോവിഡ് മൂലം കുറച്ച് തവണകൾ മുടങ്ങി നോട്ടീസ് ലഭിച്ചിരുന്നു. പിന്നീട് ബാങ്കുമായി നടത്തിയ ഇടപാടുകളാണ് വിനോദിനെ കടക്കണിയിലാക്കിയത്. 10 സെൻറ്റ് സ്ഥലം വച്ചിട്ട് അന്ന് ഈ 8 ലക്ഷം രൂപ പോലും അതിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ 8 ലക്ഷം രൂപ നമുക്ക് ലോൺ തന്നിട്ട് ഇപ്പോൾ ഇതിനകത്ത് 20 ലക്ഷം രൂപ എനിക്ക് വിവിധ രീതിയിൽ ലോൺ തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ആകെ 8 ലക്ഷം രൂപ വാങ്ങിയാൽ 35,80,034 രൂപ തിരിച്ചടച്ചുവെന്ന് ബാങ്ക് അധികൃതർ രേഖാമൂലം പറയുന്നു. എന്നാൽ ഇത് പണമായി വിനോദ് അടച്ചതല്ലെന്നും ലോണിന്മേൽ നൽകിയ ലോണായി വന്ന തുകയാണെന്നും 20 ലക്ഷം രൂപ വിനോദിന് ലോൺ നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് പറയുന്നു. ആള് ഈ 35 ലക്ഷം എന്ന് പറയുന്നത് ആള് ക്യാഷായിട്ട് കൊണ്ടുവന്ന് അടച്ച എമൗണ്ട് അല്ല. പിന്നെ ഈ ഓരോ വർഷവും പുതുക്കി ഈ ഒരു ലോൺ എടുക്കും, അതിലേക്ക് അടയ്ക്കും, അടുത്ത ലോൺ എടുക്കും, അതിലേക്ക് അടയ്ക്കും, അങ്ങനെ അടച്ച എമൗണ്ടുകളും പിന്നെ അയാൾ കൊണ്ടുവന്ന കുറച്ച് എമൗണ്ടും ക്ലോസ് ചെയ്ത ലോണുകളെല്ലാം കൂടെ കൂടി 20,50,000 എടുത്തു. 20 ലക്ഷം രൂപ 80,000 രൂപയുടെ ലോൺ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ ടോട്ടലി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ സാറേ. ഇതില് ഔട്ട്സ്റ്റാൻഡിങ് അപ്പൊ കുറവായിരിക്കും. ഈ 5, 3 എടുത്തിട്ട് അതിന്റെ മന്ത്ലി അടയ്ക്കാണ്ട് വരുമ്പോ കുറച്ച് തുക പുള്ളി കൊണ്ടുവരും. പിന്നെ നമ്മൾ കുറച്ചൊരു ലോണും കൂടെ എഴുതിയിട്ടായിരിക്കും അത് ക്ലിയർ ചെയ്തേക്കുന്നത്. എന്നാൽ 8 ലക്ഷം രൂപ മാത്രമാണ് പണമായി കൈപ്പറ്റിയതെന്നാണ് വിനോദ് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇനി മരപ്പണിയെടുത്തോ ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ ചെറിയ പണികൾ എന്തെങ്കിലും വർക്ക്ഷോപ്പിൽ വന്നാൽ ചെയ്യാനാണ് ഇനി എനിക്ക് സാധിക്കുകയുള്ളൂ. ആ പണി സ്ഥലവും കൂടിയാണ് ജപ്തി ചെയ്യാൻ പോണത്. ആ സ്രോതസ്സും കൂടിയാണ് ജപ്തി ചെയ്യാൻ പോണത്. പിന്നെ എൻ്റെ മുന്നിൽ ആത്മഹത്യ അല്ലാണ്ട് വേറെ യാതൊരു മാർഗ്ഗവുമില്ല. ഇപ്പോൾ മകനും ഭാര്യയും എല്ലാവരും ആത്മഹത്യ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയിലേക്കാണ് വരുന്നത്. 8 ലക്ഷത്തിന് ശേഷം പിന്നീട് കൊടുത്ത ലോണുകൾ എന്തടിസ്ഥാനത്തിലാണ് നൽകിയതെന്ന് ബാങ്ക് വിശദീകരിക്കുന്നില്ല. പരസ്യ പ്രതികരണത്തിന് ബാങ്ക് അധികൃതർ വിസമ്മതിച്ചു. MLAയ്ക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അമൃത ന്യൂസ്, കൊച്ചി. കൂടുതൽ വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ നൽകും. ശ്രീജിത്ത്, നമ്മൾ ഈ കണ്ട റിപ്പോർട്ട് പോലെ തന്നെ ഈ കടക്കെണിയിൽ കുടുങ്ങി ആത്മഹത്യയുടെ വക്കിലേക്ക് വരുന്നത് പല ജനങ്ങളും വരുന്നുണ്ട്. ഇതിപ്പോൾ സർവ്വസാധാരണമായി കാണുന്നുമുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ ബാങ്കുകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ ശ്രീജിത്ത്? നമ്മുടെ സംസ്ഥാനം ഇന്ന് ഏറ്റവും അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ആത്മഹത്യകളാണ്. അതായത് ആത്മഹത്യകൾ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാകുന്നത് ഈ ഒരു സാമ്പത്തിക പരാധീനതകളാണ്. പ്രധാനമായി ഒരു മാസം 1 or 2 ഏറ്റവും കുറഞ്ഞത് ആത്മഹത്യകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഈ വിനോദിന് തന്നെ ഒരു സംഭവം ഇത് തന്നെയാണ്. കാരണം കോവിഡിന് ശേഷം പല സംരംഭകർക്കും, ചെറുകിട സംരംഭകർക്കും, അങ്ങനെ ചെറുകിട ജോലികൾ ചെയ്തവർക്കും ബിസിനസ്സുകൾ ചെയ്തവർക്കും ഒന്നും തിരിച്ചു വരാൻ സാധിക്കില്ല. വലിയ കടക്കണിയിലാണ് അവർ ഓരോരുത്തരും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ആ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തിരിച്ചു വരാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊരു വലിയൊരു സാമ്പത്തിക പ്രശ്നം കേരളത്തെ ഒട്ടാകെ മൂടിയിട്ടും സർക്കാർ വേണ്ട വിധത്തിലുള്ള നടപടികളൊന്നും ഇക്കാര്യത്തിൽ എടുക്കുന്നില്ല. പലപ്പോഴും ആത്മഹത്യകളുടെ വാർത്തകൾക്ക് താഴെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, മാനസികാരോഗ്യ വിദഗ്ധരെ കാണുക, ജീവിതം ധൈര്യത്തോടെ മുന്നേറുക എന്ന് എഴുതി വെച്ചാൽ ഒരിക്കലും ആത്മഹത്യകൾക്ക് പരിഹാരമാകില്ല. സമൂഹവും സർക്കാരും കൊടുക്കേണ്ട ഒരു സപ്പോർട്ടുണ്ട്. ഇത് ഉണ്ടാവാതെ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെല്ലാം പ്രധാനപ്പെട്ട കാര്യം. ഈ വിനോദിൻ്റെ ഇപ്പോഴത്തെ കേസ് പരിശോധിച്ചാൽ 8 ലക്ഷം രൂപ മാത്രമാണ് ഇയാൾ വായ്പ എടുത്തതെന്ന് പറയുന്നു. 8 ലക്ഷം രൂപ ബാങ്ക് ഈടിന്മേൽ കൊടുത്തത്, ഇതിനുശേഷം ലോൺ ടോപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ ലോണിന്മേൽ ലോണായി നൽകിക്കൊണ്ട് 20 ലക്ഷം രൂപ വരെ നൽകി എന്നാണ് ബാങ്ക് പറയുന്നത്. ഇതും ഈ തുകയായി നൽകിയെന്ന് ബാങ്ക് കൃത്യമായി പറയുന്നില്ല. എന്നാൽ കൃത്യമായി എത്ര രൂപ ഈ വിനോദിന് കൊടുത്തു എന്നുള്ള കാര്യവും ബാങ്ക് പറയുന്നില്ല.
പരസ്യ പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല. പക്ഷേ വിനോദ് പറയുന്നത് 8 ലക്ഷം രൂപ മാത്രമാണ് താൻ കൈപ്പറ്റിയിട്ടുള്ളതാണ്. ബാങ്ക് പറയുന്നു അതിനേക്കാൾ ലോണിന്മേൽ ലോൺ നൽകിയിരുന്നു. എന്തായാലും 35 ലക്ഷത്തിലധികം രൂപ വിനോദ് തിരിച്ചടച്ചതായി ബാങ്ക് തന്നെ പറയുന്നുണ്ട്. ഇനി 19 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്നാണ് പറയുന്നത്. 8 ലക്ഷം രൂപ വായ്പ എടുത്ത ആൾക്കാണ് ഇത്രയും വലിയൊരു ബാധ്യത വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വീടും അദ്ദേഹത്തിൻ്റെ ഈ പണി ചെയ്യുന്ന പണിശാലയും ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. കുടുംബത്തിന് മറ്റ് മാർഗ്ഗങ്ങളില്ലാതിരിക്കുകയാണ്. ഭിന്നശേഷി ഉള്ള ഒരു ഭാര്യ ചെറിയൊരു ജോലി ചെയ്താണ് ജീവിക്കുന്നത്. വിനോദ് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 2 സ്ഥലം കൊടുത്താണ് ഈ വായ്പ വാങ്ങിയത്, അത് ഈടായി നൽകിയാണ് വാങ്ങിയത്. അതായത് അദ്ദേഹത്തിന് വീടിരിക്കുന്ന 7 സെൻറ്റ് സ്ഥലം നൽകിയപ്പോൾ ഈ ഒരു 8 ലക്ഷം രൂപയ്ക്ക് അത് പോരാ എന്ന് കണ്ടുകൊണ്ടാണ് മുൻപിലത്തെ ഷെഡ് കൂടി കൊടുക്കേണ്ടി വന്നത്. പക്ഷേ പിന്നീട് തനിക്ക് എങ്ങനെയാണ് 20 ലക്ഷം രൂപയുടെ വായ്പ ഈ ബാങ്ക് അനുവദിച്ചതെന്നാണ് ചോദിക്കുന്നത്. അതും 20 ലക്ഷം രൂപ പണമായി നൽകിയെന്ന് അപ്പോഴും ബാങ്ക് പറയുന്നില്ല. ബാങ്ക് കൃത്യമായി ഈ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സർക്കാരിന് നൽകിയിട്ടുണ്ട്. നബാർഡിൻ്റെ തുകയാണ്. സെയിൽ ഓഫീസർ ഇത് പരിശോധിച്ചതാണ്. ഓഡിറ്റ് ചെയ്ത ഒരു ഫയലുകളാണ് ഇതെല്ലാം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ജപ്തി നടപടി അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. തീർച്ചയായും ബാങ്കിൻ്റെ തുക തിരിച്ചു പിടിക്കാനുള്ള അവകാശം ബാങ്കിനുണ്ട്. അത് കോടതി വിധികളിലൂടെ തന്നെ തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അവകാശങ്ങളാണ് എന്നുള്ള വാർത്തയുടെ വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ശ്രീജിത്ത് നായർ നൽകിയത്.